നമസ്കാരം. രാഹുൽ ഗാന്ധിയൊക്കെ ഇനി എത്ര തലകുത്തി നിന്നാലും പ്രതിപക്ഷം ഇനി എന്തൊക്കെ വിചാരിച്ചാലും ഒരിക്കലും NDA മുന്നണി തകരില്ലെന്ന് ഇപ്പൊ ഉറപ്പായി. കാര്യം അവർ കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു. കുറെ തലകുത്തി നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, ഒരുപാട് ഐഡിയാസ് നോക്കി, എന്തൊക്കെ കാണിച്ചിട്ടൊന്നും ഗതി പിടിക്കുന്നില്ല. എങ്ങനെ നോക്കിയാലും മോദിയെ അതേപോലെ തന്നെ NDA മുന്നണിയും BJP ഒന്നും തകർക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റില്ല എന്ന വാസ്തവം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ഓക്കെ, പിന്നെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ദിവസം ഒരു സർക്കാർ ജോലിക്കാരന്റെ അധികമായിട്ടുള്ള ഒരു ആത്മാർത്ഥതയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും കണ്ടു ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പേര് ഒരുപക്ഷെ എറണാകുളംകാർക്കൊക്കെ കുറച്ച് സുപരിചിതമായിരിക്കും. അതായത് എറണാകുളത്തിന് മുൻപ് കളക്ടറായിട്ട് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇപ്പൊ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം. ഒരിക്കലും അങ്ങനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഞായറാഴ്ച ഒരു ഫ്രീ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ഡേ ആയിരിക്കും. അന്നത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് തെരഞ്ഞെടുത്തു. ആ ദിവസം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള എല്ലാത്തിനും വളരെ നല്ല മറുപടിയാണ് കൊടുത്തത്. രാഹുൽ ഗാന്ധിയുടെ അടിച്ചൊരു മൂലക്കിരുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ മറുപടിയാണ് കൊടുത്തത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിനകത്തിലെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ ഇത് ആ ദിവസം തന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നില് ബീഹാറിൽ രാഹുൽ ഗാന്ധി ഓൾറെഡി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത് ഇതും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ബന്ധവും ഇല്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഇനി കോൺട്രഡിക്ഷൻ ബന്ധം ഉണ്ട് എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തികച്ചും രാജ്യദ്രോഹികളായിരിക്കും. അതിനകത്തൊരു മാറ്റവും ഇല്ല. അവർ പാകിസ്ഥാനെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരിക്കലും അവർ ഹിന്ദുസ്ഥാനെ അല്ലെങ്കിൽ ഭാരതത്തെ മുന്നോട്ട് പറഞ്ഞ അല്ലെ ഭാരതത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അല്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇതിനകത്തിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം നടന്നിട്ടുള്ള വോട്ടിന്റെ CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ന്യായമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ, അമ്മ പെങ്ങന്മാരൊക്കെ വോട്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്കാരത്തിന് ചേർന്ന ഒരു കാര്യമല്ല. കാര്യം വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് വോട്ട് ചെയ്യുന്ന പ്രക്രിയക്കകത്തിൽ മറ്റൊരാൾ കാണാൻ പറ്റാത്ത രീതിയിൽ അത് മറച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെ അത് കാണിക്കുന്നത്? അത് ശരിയായ ഒരു കാര്യമല്ല. അയാൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. കാര്യം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതല്ല ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് അമ്മ പെങ്ങന്മാരൊക്കെ അത്ര പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഒരിക്കലും നമ്മളത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ CCTV ദൃശ്യം കാണിക്കാൻ പറ്റില്ല. പിന്നെ CCTV ദൃശ്യം 45 ദിവസം കഴിയുമ്പം നശിപ്പിക്കണം എന്നൊരു നിയമം ബുക്കിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നേ. അങ്ങനെ നിയമം ഉണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. കാര്യം നമ്മൾ പറയുന്നതാണല്ലോ നിയമം. ഓക്കെ, അപ്പൊ 45 ദിവസം കഴിഞ്ഞപ്പോ അത് കത്തിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. സ്റ്റോറേജിന്റെ എന്തെങ്കിലും പ്രശ്നം കാണാൻ. കാര്യം സർക്കാരിന് അത്രയും പൈസ വേണ്ടായോ ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. തന്നെ ഇത് പരിശോധിക്കാന്നുള്ളത് നിങ്ങളുടെ പണിയല്ലേ. അതായത് ഒരിക്കലും പരിശോധിക്കാന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തികച്ചും അത് മാധ്യമപ്രവർത്തകരുടെയും പിന്നെ വലിയ ആളെ സിസ്റ്റം ഒക്കെ രാഹുൽ ഗാന്ധി ചെയ്തതല്ലേ. രാഹുൽ ഗാന്ധി തന്നെ വേണേ പരിശോധിക്കട്ടെ, ഇത്രയും ദിവസം ഇരുന്ന് പരിശോധിക്കട്ടെ. അത് കറക്റ്റായിട്ടൊരു കാര്യമാണ്. പിന്നെ അതിനകത്തിൽ ഏറ്റവും മെയിനായിട്ടൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ദരിദ്ര ഉണ്ട്, വീടില്ലാത്ത ആൾക്കാരുണ്ട്. വീടില്ലാത്ത ആൾക്കാരുടെ അഡ്രസ്സിന്റെ അവിടെ ABCD എന്നോ അല്ലെങ്കിൽ 000 എന്നോ എഴുതുന്നത് നല്ലതല്ലേ. വീടില്ലാന്ന് അവരെ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അത് വളരെ നല്ലൊരു വിശദീകരണമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പറഞ്ഞത് അത് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് അദ്ദേഹം പിൻവലിക്കാൻ ശ്രമിക്കണം. അല്ലാത്ത വർഷം NDAയിലോട്ട് ചേരുന്നതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ അദ്ദേഹം
തയ്യാറാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ വീടില്ലാത്ത ആൾക്കാരുടെ എണ്ണം അധികം ഒന്നുമില്ല. പിന്നെ പർട്ടിക്കുലർ ചില സംസ്ഥാനത്ത് മാത്രമേ ഈ ABCD അതെ 0-0 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കണ്ടെങ്കിൽ വേണമെങ്കിൽ തള്ളാം. പക്ഷെ അതൊക്കെ നമ്മുടെ ആൾക്കാർ ഭരിക്കുന്ന തന്നെ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനത്തെ വീഴ്ചകളൊന്നും ഉണ്ടാവാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ പക്ഷെ അതിനകത്ത് വേറൊരു സത്യമായിട്ടൊരു കാര്യമുണ്ട്. അതായത് വീടില്ലാത്തവരെ വീടില്ലാന്ന് എഴുതുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും പൂരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ ആ വാദം പൊളിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. പിന്നെ പക്ഷെ അച്ഛനില്ലാത്തവരുടെ സ്ഥാനത്തെ പറ്റി ഒരു കമന്റും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാര്യം അതിനാകുമ്പോൾ നമുക്ക് കുറെ കൂടി വ്യാപ്തമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാമായിരുന്നു. ഓക്കെ, അച്ഛനില്ലാത്ത ആൾക്കാരുടെ എണ്ണം എടുക്കാനൊക്കെ നല്ലതായിരിക്കും, നല്ല കാര്യമായിരിക്കും. അപ്പം അത് പലരുടെയും എടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം അത് ആ ഒരു പോയിന്റ് വേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നൊരു കാര്യമാണ്. ഉറപ്പായിട്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ വോട്ട് ചെയ്ത ആൾക്കാരെയും മൈമുനമാരെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതേ ആരോപണം വയനാടൊക്കെ ആരോപിച്ച ആൾക്കാർ മാപ്പ് പറയാതിരിക്കുകയും വേണം. അതിന്റെ താക്കൂറൊക്കെ മാപ്പ് പറയാതിരിക്കുകയും വേണം. കാര്യം അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറയണ്ട, പക്ഷെ രാഹുൽ ഗാന്ധി മാത്രം മാപ്പ് പറയുകയും വേണം. ഇത് ഇത്രയും പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി ഒറ്റ വാക്കിലൊരു മറുപടി പറഞ്ഞു, എന്നോട് ഞാൻ ചെയ്തത് ഓക്കെ, ഞാൻ മാപ്പ് പറയാന്ന് പറഞ്ഞിട്ടില്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ അനിത ഠാക്കൂറും മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തികച്ചും നിഷേധാത്മകമായിട്ടൊരു സമീപനമാണ്. രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും അദ്ദേഹം പറഞ്ഞ പോലെ അല്ല രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത്. അത് കാരണം എന്തോന്നും ചോദിക്കരുത്, അത് അങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണ് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലുള്ള നല്ലൊരു വാർത്താ സമ്മേളനമാണ് നടന്നത്. ഇതിനകത്തിലെ ഏറ്റവും മീൻസ് എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ തോന്നിയ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു മറുപടി, തീക്ഷ്ണമുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പെങ്ങന്മാരുടെ കാര്യമാണ്. അമ്മ പെങ്ങന്മാരൊക്കെ മറച്ചു വെക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കുളിക്കുന്ന പോലെ ഒക്കെ മറച്ചു വെക്കേണ്ട ഒരു പ്രക്രിയയാണ് വോട്ട്. അത് ചെയ്തിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ, ചെയ്യാത്തവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അപ്പൊ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്നൊരു വകുപ്പൂടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ആ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുമല്ലോ. അപ്പം ഈ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, അദ്ദേഹം ഒന്നെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വിജയിച്ചത് ഒരു ഉപരാഷ്ട്രപതി ആ ഒരു അല്ലെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലല്ലോ, ഉപരാഷ്ട്രപതി അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി വരെയൊക്കെ ഒരുപക്ഷെ എത്തിയിരിക്കാം. അത്രയ്ക്ക് നല്ല ഒരു രാഷ്ട്രീയ പ്രസംഗം രീതിയിലോട്ടൊക്കെയാണ് അദ്ദേഹം അത് വെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് NDA മുന്നണിയിലോട്ട് എടുക്കുന്നതിനെ പറ്റിയിട്ട് NDA മുന്നണിയിലുള്ളവരും പ്രത്യേകിച്ച് BJPയുടെ അധ്യക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. രാഹുൽ ഗാന്ധി സൂക്ഷിക്കുക. എത്രയൊക്കെ പണിയെടുത്തെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല എന്ന് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കാം. ബീഹാറില് ഇപ്പൊ ഇന്നലെയൊക്കെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. അതായത് മോദി നടത്തുന്ന മീൻസ് പരിപാടിയുടെ വാച്ചിങ് അവർ ഭയങ്കര കുറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ വാച്ചിങ് അവർ ഭയങ്കര കൂടി, നാഷണൽ കോൺഗ്രസിന്റെ ഇത് എന്തുവാ ഇൻസ്റ്റ അക്കൗണ്ടില് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് കൂടി, പക്ഷെ മറ്റു BJPയുടെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറെ ന്യായീകരണമായിട്ട് ഈ കോൺഗ്രസ്സുകാരും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇനി എന്തൊക്കെ ചേർന്ന് പറഞ്ഞാലും ABCDയും 0-0 ഒക്കെ ഉണ്ട്. അവരെ ആ ഒരു ദരിദ്രരടങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും NDA സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം. പക്ഷെ അന്നേരം ദരിദ്രരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുകയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിനെ പക്ഷെ നമ്മൾ ഇനി ഒരു 5 വർഷം കൂടെ തന്നു കഴിഞ്ഞാൽ അതിനെ ഉറപ്പായിട്ടും തുരത്താനുള്ള ഒരു കഴിവും പ്രാപ്തിയും NDA മുന്നണിക്കുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പം ഇതാണ് ഈ നമ്മുടെ ടാഗ് ലൈനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദയവ് ചെയ്ത് NDA അക്സെപ്റ്റ് ചെയ്യുക, അവരെ കൂടെ മത്സരിക്കാനുള്ള ഒരു ഇതുകൂടെ കൊടുക്കുക. പിന്നെ ഇതിന്റെ ഒരു വാസ്തവം ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് തുടങ്ങിയ ആ ഒരു ലെവലിലോട്ട് കടക്കുന്നുണ്ട്. നമ്മുടെ
രാഷ്ട്രീയ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൊളിറ്റിക്കൽ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റും കാര്യങ്ങളും ഒന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ മീൻസ് ഇത്രയും വർഷങ്ങളുടെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിനിടയ്ക്ക് 79 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളത് നമുക്ക് നോക്കണം. പക്ഷെ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ അതമ്പതിച്ചല്ലോ. ഇനിയിപ്പോ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് മുമ്പിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേര് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരറിയത്തില്ലായിരുന്നു. ഇദ്ദേഹം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇദ്ദേഹം വെളിപ്പെട്ടത്. വെളിപ്പെട്ടപ്പം തന്നെ നല്ല രീതിയിലൊരു റോയൽ എൻട്രി പോലാണ് നമുക്ക് തോന്നിയത്. റോയൽ എൻട്രി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് എടുക്കുക, കളങ്കപ്പെടുത്തുക, പുതിയൊരു ഭരണഘടനയും കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ശ്രമിക്കുക. കാര്യം അതായിരിക്കും ഇനി കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് രീതിയിലുള്ള നിയമവും കാര്യങ്ങളും ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരോട് പറയുന്നത്. ജനങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം മിണ്ടാതിരിക്കുക. ഇതെല്ലാം ശരിയാണെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അതാകുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നാളെ ഇതൊരു പക്ഷേ നിങ്ങളുടെ തലക്കടിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം വന്നെന്നിരിക്കാം. അന്നേരം മിണ്ടാതെ തന്നെ ഇരിക്കുക, എന്നിട്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൂ. പ്രതിപക്ഷത്തിനോടും ഇതിനോടും പറയാനുള്ളത് നല്ല രസമുണ്ട്. കാര്യം ഇതുപോലെ കുറെ മണ്ടന്മാരുടെ വാക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ലതാണ്. പക്ഷെ ഒരു പ്രതീക്ഷ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. എപ്പോ വേണേലും എന്ത് വേണേലും സംഭവിക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നുകൂടെ തള്ളി അപ്പുറത്തോട്ട് തന്നെ ഇടുക. അത് മാത്രമാണ് എനിക്ക് പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത്. അപ്പം ഈ ഒരു പത്രസമ്മേളനം കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ലെവലിലുള്ള പത്രസമ്മേളനം. രാഹുൽ ഗാന്ധിയുടെ പോലും ഞാൻ ഫുള്ള് കണ്ടില്ല, ഇരുന്ന് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. അപ്പൊ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ, വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.